നമസ്കാരം. നമ്മൾ മലയാളികൾ ഓർക്കേണ്ടത് പലതും ഓർക്കാതിരിക്കുകയും ഓർക്കേണ്ടവരെ പലരെയും ഓർക്കാതിരിക്കുകയും ഓർക്കരുതാത്തതുകൾ മാത്രം ഇങ്ങനെ ഓർത്ത് നടക്കുന്ന ഒരു ജനതയാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാ? പലപ്പോഴും അങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന കുറേ മഹാപ്രതിഭകൾ, സിനിമയിൽ പല മേഖലകളിൽ ഒരുപാട് മഹാസംഭാവനകൾ നൽകിയ മഹാപ്രതിഭകളെ നമ്മൾ ഓർക്കുന്നു, അവരെ നമ്മൾ ആദരിക്കുന്നു. അവർക്കുള്ള ആദരവിൻ്റെ കൂടി വേദിയായിട്ടത് മാറുകയാണ്. ഇവിടെ ഇപ്പോൾ ബാബുരാജ് എന്ന് പറയുന്ന ലോകം കണ്ട മഹാസംഗീതജ്ഞന്മാരിൽ ഒരാളാണെന്ന് ഞാൻ പറയും. അതൊരല്പം അതിശോക്തിയല്ല. ഞാൻ ബാബുരാജിൻ്റെ കൊച്ചുമകളെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു മുഖസ്തുതി പറയുന്നതായിട്ട് വിചാരിക്കുന്നു. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ബാബുരാജിൻ്റെ സംഗീതം അതൊരു മഹാസംഗീതമാണ്, അതൊരു മാസ്മരിക സംഗീതമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അനുഭവിച്ച സംഗീതത്തിൻ്റെ മറ്റൊരു തലം, അതും ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിൻ്റെ കൂടെ നമ്മൾ ആ താളത്തിനൊത്ത് ആടിയും പാടിയും ഒക്കെ നമ്മൾ ആഘോഷിച്ചു. ഇന്നിപ്പോൾ സംഗീതത്തിൻ്റെ മറ്റൊരു തലം നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ കുടുംബത്തിന് എല്ലാ ആശംസകളും ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ നേരുന്നു. ബാബുരാജിൻ്റെ അദ്ദേഹത്തിൻ്റെ മഹാസംഗീതജ്ഞൻ്റെ കൊച്ചുമകൾ എൻ്റെ നാടുമായിട്ട് കൂടി ഒരു ബന്ധമുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തുകാരുമായിട്ടൊരു ബന്ധമുണ്ട്. അറിയോ? കഴക്കൂട്ടത്ത് ഗായകൻ MS നസീം എന്ന് പറയുന്ന ഒരു മഹാഗായകനുണ്ട്. അറിയോ? കേട്ടിട്ടുണ്ടോ? MS നസീം. ആ നസീമിക്കയുടെ ബ്രദർ കൊച്ചനുജനാണ് ബാബുക്കയുടെ കൊച്ചുമകളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അത് എൻ്റെ അയൽക്കാരാ. എൻ്റെ നാട് തൊട്ടടുത്താണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. ഞാൻ അവരുടെ വിവാഹ ചടങ്ങിലൊക്കെ പങ്കെടുത്ത ആളാണ്. അപ്പോൾ ആ കുടുംബത്തോടുമൊക്കെയുള്ള ഒരു ആദരവും കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുന്നു. ബാബുക്കയോടുള്ള ആ ഒരു സംഗീതജ്ഞനോടുള്ള ഒരു ആദരവിൻ്റെ സൂചകമായിട്ട് ഞാനൊരു 4 വരി പാടാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു പാടിക്കഴിയുമ്പോൾ അതൊരു അനാദരവായിട്ട് നിങ്ങൾക്ക് തോന്നുമോ എന്നെനിക്കറിയില്ല. ക്ഷമ ചോദിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ പാടിയ പാട്ടിൻ്റെ തന്നെയാണ് ഒരു 4 വരി. എനിക്കറിയാവുന്ന ഒരു 4 വരി. അത് ബാബുക്കയോടുള്ള ഒരു ആദരവിൻ്റെ സൂചകമായിട്ട്. ഓക്കെ. ഇന്നലെ മയങ്ങുമ്പോൾ യെസ്, ഇരുന്നുണ്ടോ? ഇവിടെ ബാബുക്കയുടെ കൊച്ചുമകളുടെ അടുത്ത് ഇരുന്ന് തന്നെ ഞാൻ ആരംഭിക്കാം. താങ്ക് യു. ഇതൊക്കെ ഒരു അപൂർവ നിമിഷമല്ലേ, അല്ലേ? മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന, മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ, ഒരുങ്ങാതിരുന്നപ്പോൾ, ഓർക്കാതിരുന്നപ്പോൾ, ഒരുങ്ങാതിരുന്നപ്പോൾ, ഓമലേ നീ എൻ്റെ അരികിൽ വന്നു, ഓമലേ നീ എൻ്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. താങ്ക് യു സോ മച്ച്. ഇതൊരു ആദരവിൻ്റെ അഭിമാന നിമിഷം. നമ്മൾ ആദരിക്കുകയാണ് ആ മഹാസംഗീതജ്ഞനെ, ആ മഹാസംഗീത പ്രതിഭയെ, അദ്ദേഹത്തിൻ്റെ മഹാസംഗീതത്തെ. നമ്മളിവിടെ ഈ വേദിയിൽ പുതുതലമുറ, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ആ മഹാസംഗീതജ്ഞനെ ഓർക്കുന്നു. നമ്മുടെ ആദരവ്, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള നമ്മുടെ ആദരവ് അവരെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.